പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ സൂറത്തായ സൂറത്തുൻ നഹലിലെ 78-ാമത്തെ സൂറത്താണ്. സൂറത്തുൻ നഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ സൂറത്ത് എന്നുകൂടി ആ സൂറത്തിന് പേരുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി ഏകദേശം 128 ആയത്തുണ്ടെങ്കിൽ 100ഓളം വരുന്ന ആയത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം മാത്രം പറയുന്ന സൂറത്താണ് സൂറത്തുൻ നഹൽ. ആ അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിലുള്ള ഒരു 78-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഒരു ചുക്കും അറിയാതെ നിരക്കാണ്. എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടി കിടന്ന് കരയുകയല്ലാതെ ആ കുട്ടിക്ക് ഉമ്മാൻ്റെ മാറിടത്തിൽ കയറി അമ്മിഞ്ഞപ്പാൽ നുണയാനോ സ്വന്തം നിലക്കുള്ള ഒരു കഴിവുമില്ലാതെയാണ് കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. മറ്റുള്ള ജീവജാലങ്ങൾ അങ്ങനെയല്ല. നായ്ക്കളോ പൂച്ചക്കുട്ടികളോ മറ്റു മൃഗങ്ങളോ തന്നെ ഏത് തന്നെ ആയാലും ആ പ്രസവിച്ച ഉടനെ തന്നെ അമ്മേൻ്റെ അകിടും നോക്കി പാഞ്ഞു പിടിച്ച് മുല കുടിക്കാണ്ട് ശേഷി അവർക്കുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിന് മുല കൊടുക്കാതെ അവിടെ കിടന്ന് കരയാണ്, അമ്മ പരിപാലിക്കുന്നില്ലെങ്കിൽ കുട്ടി കരഞ്ഞ് അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുക. അത്രത്തോളം നിരാലംബരായി ഒരുത്തിനും ഗതിയില്ലാത്ത നിലക്കാണ് മനുഷ്യൻ്റെ ഇവിടുത്തെ വയറ്റിൽ നിന്ന് വന്ന ഉടനെയുള്ള അവസ്ഥ. മറ്റുള്ള ജീവജാലങ്ങൾക്കുള്ള പോലെ ഒരു കഴിവോ, പക്ഷേ അതേ മനുഷ്യൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയിലെ കരയിലുള്ള ഏറ്റവും വലിയ ജീവിയായ ആനയെയും ഏറ്റവും വലിയ ലോകത്ത് അറിയപ്പെടുന്നതെന്നാൽ നീലത്തിമിംഗലം എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം. ഇതിനെല്ലാം അടക്കി വാഴാൻ കഴിവുള്ളവനായി മനുഷ്യൻ മാറി എന്നുള്ളതാണ്. അതാണ് അവൻ്റെ കഴിവ്. എത്രയോ തൂക്കം വരുന്ന ആനയെ ഒരു ചെറിയൊരു പാപ്പാൻ ഒരു ചെറിയ വടിയിൽ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് മനുഷ്യൻ. അപ്പോൾ എന്താണ് അല്ലാഹു പറയുന്നത്? ലാ തഅലമു വജഅല ലക്കുമുസ് സമഅ, അല്ലാഹു നിങ്ങൾക്ക് കേൾവി തന്നു, വൽ ബസറ കാഴ്ച തന്നു, വൽ അഫിദ അതുപോലെ ചിന്തിക്കാനുള്ള ഹൃദയം തന്നു. ഇതൊക്കെ തന്ന എന്തിനാ? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ നന്ദി കാണിക്കണം. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരം, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ ബിസ്മി കൂട്ടി വായിലേക്ക് വെച്ചത് മുതൽ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര അത്ഭുതകരമാണ്. നമ്മൾ വായിച്ചിൽ അരച്ചു കഴിഞ്ഞാൽ ഉമിനീരിൻ്റെ സഹായത്തോടെ ഇടുങ്ങിയ തൊണ്ടയിൽ കൂടി അത് ഇറങ്ങി പോകണം. അത് ശ്വാസനാളത്തിൽ കയറാതെ അന്നനാളത്തിൽ കൂടെ തന്നെ വയറ്റിലേക്ക് എത്തണം. വയറ്റിലെത്തിയാലും പോരാ, അത് ദഹിപ്പിക്കാനുള്ള ശേഷി വയറ്റിന് വേണം. അതുമാത്രമല്ല രക്തവും മറ്റും ഉൽപ്പാദിപ്പിക്കാനുള്ള നല്ല അതിനുള്ള ഊർജം വലിച്ചെടുക്കുകയും ചണ്ടിപിണ്ടികൾ വൃത്താക്കുകയും വേണം. അത് കഴിഞ്ഞാൽ നന്നായി അതെല്ലാം ഭംഗിയായി ശോധനയായി പുറത്തും വരണം. ഇത് എത്ര വലിയ പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ നടക്കുന്നത്. നമ്മൾ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ അടിച്ച് കയറ്റാണ്. അതൊക്കെ എന്തൊക്കെയായി മാറുന്നു പോടി. ഇതൊക്കെ ആരാണ് ഇതിൻ്റെ പിന്നിൽ? അനുഗ്രഹങ്ങൾ ഭയങ്കരമായ അനുഗ്രഹങ്ങളാണ്. അതുമാത്രമല്ല പ്രവാചകന്മാർ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചതായിട്ട് ഖുർആനിൽ അങ്ങ് നിങ്ങത്തോളം കാണാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിൽ തന്നെ അവസാന ഭാഗത്ത് 121-122 ആയത്തിൽ ഇന്ന ഇബ്രാഹീമ ഉമ്മതൻ ഖാനിതൻ ഹനീഫ, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. നിശ്ചയമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? ഉമ്മത്ത് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സമൂഹം ചെയ്തു വെക്കേണ്ട സർവ്വപ്രവൃത്തിയും അദ്ദേഹം തനിച്ച് ചെയ്തു എന്നാണ്. അദ്ദേഹം എന്താണ്? ഹനീഫ് മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ഒരു വക്രതയില്ലാത്തൊരു മുസ്ലിമാണ് അദ്ദേഹം, മുശ്രിക്കല്ല. പിന്നെ അടുത്ത് പറയുന്നതാണ് നമ്മുടെ വിഷയം. ശാകിറൻ ലിഅൻഉമി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തു, നേർവഴിയിലാക്കി. അതുപോലെ തന്നെ ഖുർആൻ നമ്മൾ പരിധി എടുത്തു കഴിഞ്ഞാൽ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ അനുഗ്രഹം നൽകിയ വേറൊരു നബി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് സൂറത്ത് നംൽ, സൂറത്ത് സബ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ
സുലൈമാൻ നബിയുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് സൂറത്ത് സാദിൽ കാണാം, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദി മിൻ ബഅദ്, എനിക്കൊരു രാജാധികാരം നീ എനിക്ക് തരണം, എനിക്ക് ശേഷം അങ്ങനെ ഒരു രാജാധികാരമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞതുപോലെ തന്നെ സുലൈമാൻ നബിക്ക് കിട്ടിയ അനുഗ്രഹത്തെ കവച്ചു വെക്കുന്ന ഒരാളും ഭൂമിയിൽ അവസാനം വരെ ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പിക്കാം. എന്താണ് സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ? വഹുശിറ, സൂറത്ത് നംൽ എന്ന് വായിക്കുക, വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ് വത്തൈരി ഫഹും യുസഊൻ. അതായത് സുലൈമാൻ നബിയുടെ പട്ടാളത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? മിനൽ ജിന്നി വൽ ഇൻസി വത്തൈർ, ജിന്ന് വർഗ്ഗങ്ങളുണ്ടായിരുന്നു, മനുഷ്യന്മാരുണ്ടായിരുന്നു, അതുപോലെ പക്ഷികളുണ്ടായിരുന്നു. ഒരു പക്ഷി, പ്രത്യേകം ഒരു പേരുള്ള ഒരു പക്ഷിയെക്കുറിച്ച് ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഹുദ്ഹുദ് എന്ന പക്ഷി അള്ളാഹു തയ്യാറാക്കി കൊടുത്തു. ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ പ്രത്യേകത എന്താ? മറ്റുള്ളവർക്ക് കത്തുകളും മെസ്സേജുകളും കൊണ്ടുകൊടുക്കാനുള്ള കഴിവ് ഹുദ്ഹുദ് എന്ന പക്ഷി ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വല്ല യുദ്ധവേളയിലോ മറ്റോ യാത്ര പോകുമ്പോൾ മരുഭൂമിയിൽ എവിടെയെങ്കിലും വെള്ളമില്ലെങ്കിൽ ആ ഹുദ്ഹുദ് എന്ന പക്ഷി എവിടെ കൊത്തിയോ അവിടെ വെള്ളമുണ്ട്. അതുപോലെ തന്നെ ജിന്നുകൾ, എന്താണ് ജിന്നുകളുടെ കഴിവ്? മരുഭൂമിയിലും മറ്റേ ഈ കൊക്ക് കൊത്തിയിട്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവരുന്ന ജിന്നുകൾ. നിങ്ങൾക്കറിയാം, ജിന്നുകളെ കുറിച്ച് അറിയാലോ. സൂറത്തുൽ ബഖറയിൽ എന്താ പറഞ്ഞ? ജിന്ന് വർഗത്തിൽപ്പെട്ട ഈ പിശാച് എന്താ പറഞ്ഞേ? അതായത് ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ നമ്മൾ സുജൂദ് ചെയ്യുകയോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ സ്വർഗത്തിൽ നിന്ന് പുറത്തായത്. നമുക്കറിയാം, ജിന്നെന്ന് പറയാം മനുഷ്യരെക്കാളും ഒരു വേള എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു പടപ്പാണ്. നമ്മളെക്കാൾ എത്രയോ കഴിവുകളും പ്രാപ്തികളും തീ കൊണ്ടുണ്ടാക്കിയ ഒരു വർഗ്ഗമാണത്. ഒരിക്കലും ഒരു മനുഷ്യന്മാർക്ക് കീഴടക്കാൻ വേണ്ടി ഒരു ജിന്ന് തയ്യാറാവില്ല. പക്ഷേ സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴൊതുക്കി കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി വഹും യൂസഊൻ ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പട്ടാളക്കിന് വരുമ്പോൾ ഉറുമ്പിൻ്റെ നേതാവ് വിളിച്ച് പറഞ്ഞു, ഉറുമ്പുകളെ നിങ്ങൾ മാറി നിൽക്കണം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പട്ടാളുകൾ ചതച്ചരക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാളത്തിലേക്ക് പോയിക്കൊള്ളണം. قالت يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون فتبسم ضاحكا من قولها. ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ടിട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പല്ല് കാണുക ചിരിച്ചു. ഉറുമ്പിൻ്റെ വാക്കുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള ശേഷി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു. ഇതിനെന്താ പറഞ്ഞത്? قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. ഇതേ രീതിയിലുള്ള പ്രാർത്ഥന സൂറത്ത് അഹ്ഖാഫിലും കാണാം. ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എന്തൊരു അനുഗ്രഹം വരുമ്പം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പഠിച്ചു വെക്കണം. സൂറത്ത് നംൽ വരയ്ക്കാൻ കിട്ടും. എന്താ പറഞ്ഞത്? قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي. എനിക്കും എൻ്റെ പിതാക്കൾക്കും നീ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പ്രചോദനം നൽകണേ. അതുപോലെ അമല സാലിഹൻ തർളാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ. അതുമാത്രമല്ല വദ്ഖൽനി ഫീ ഇബാദിക സാലിഹീൻ, സാലിഹുകളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു നബി സാലിഹാണല്ലേ, മുഅ്മിനല്ലേ, മുത്തഖിയല്ലേ ഒക്കെയാണ്. പക്ഷെ ആ നബി പ്രാർത്ഥിക്കുന്നത് എന്താ? സാലിഹുകളുടെ കൂട്ടത്തിൽ പെടുത്തണേ എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? ഒരു ചെറിയ അനുഗ്രഹം ഉണ്ടായപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അതുമാത്രവുമല്ല, മറ്റൊരിക്കൽ ഇതേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ജിന്നുകളോടായിട്ടൊരു കാര്യം പറഞ്ഞു. قال أيها الملأ أيكم يأتيني بعرشها
ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഹുദ്ഹുദ് എന്ന പക്ഷി സഭ ഭരിക്കുന്ന സഭയിലെ രാജ്ഞിക്ക് കത്ത് കൊണ്ട് കൊടുത്ത് ആ സ്ത്രീ മുസ്ലിമായി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ആ സ്ത്രീയുടെ ആ രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ എത്തിക്കാൻ ആരാണ് ഈ കൊട്ടാരത്തിലുള്ളത് എന്നാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ജിന്നുകളും എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ഖാല ഇഫ്രീതും മിനൽ ജിൻ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇഫ്രീത്ത് വർഗത്തിൽപ്പെട്ട ഒരു ജിൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ കൊട്ടാരം ഞാൻ ഇവിടെ എത്തിക്കാം. പക്ഷേ ഇഫ്രീത്തിനെ കടത്ത് വെട്ടിക്കുന്ന ഒരാൾ അതിനുണ്ട്. ഖാലല്ലദീന ഇൽമും മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. മറ്റേ ജിന്ന് ഇഫ്രീത്ത് പറഞ്ഞെന്താ, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പാണ്. മറ്റൊരുത്ത ഇതിനേക്കാൾ പ്രാപ്തിയുള്ള ഒരാൾ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ കണ്ണ് ഇപ്പോൾ നോക്കുന്നുണ്ട്, കണ്ണ് തെറ്റിക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കുന്നുണ്ട്. ഫലമ്മ അതുപോലെ തന്നെ അങ്ങനെ കൊട്ടാരം ഇവിടെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. സഭയിലെ രാജ്ഞി ഇസ്ലാം മുസ്ലിമത്തായി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ആ സ്ത്രീയുടെ സിംഹാസനം എൻ്റെ കൺമുന്നിൽ. അതിനെന്താ പറഞ്ഞേ, അള്ളാഹുവിന് പറഞ്ഞു എന്താണ് അവസാനം സുലൈമാൻ അലൈഹി പറഞ്ഞ്, ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. എന്തിനാണ് ഇതൊക്കെ അള്ളാഹു കാണിച്ചു തന്നത്? അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് അള്ളാഹുവിന് അറിയണം. അതാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ പറഞ്ഞ വാക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചില വീട്ടിൻ്റെ മുറ്റത്തും കോലായ്മയിലൊക്കെ കണ്ണാടിയിൽ കാണാം ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ബാക്കിയും കൂടെ പൂരിപ്പിക്കണം. ഞാൻ ഈ ഉണ്ടാക്കിയ കൊട്ടാരം അള്ളാഹിൻ്റെ ഫദ്ലാണെന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ വലിയ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിലുള്ളതാണ് പ്രധാന പോയിന്റ്. ലിയബ്ലുവനി അഅഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് അള്ളാഹുവിനോട് അറിയണം. നമുക്കറിയാലോ, വളപട്ടണത്തൊരു വ്യാപാരിൻ്റെ വലിയൊരു മോഷണം നടന്നു. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഒരേ ഒരു രാത്രി കൊണ്ടെല്ലാം പോയി. എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. എത്ര മനുഷ്യന്മാർ 10 റുപ്യക്ക് ഗതിയില്ലാതെ ജീവിക്കാൻ കഷ്ടപ്പെടും, മറ്റുള്ള ആൾ കൈമിൽ ഇഷ്ടം പോലെ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ്. സുലൈമാൻ നബിക്ക് ഇത്രയും കൊടുത്തപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ പല നിലക്കുള്ള പരീക്ഷണങ്ങളും അള്ളാഹു തരും, പല അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് നൽകുകയും തിരിച്ചെടുക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുവിനോട് പറയുന്നു. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. സൂറത്തുൽ ദുഹയിലെ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളാണത്. ഇത് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നത്. അലം യജിദ്ക യതീമൻ ഫആവ. താങ്കളൊരു അനാഥയായിരുന്നു, നിങ്ങൾക്ക് അഭയം ഞാൻ നൽകിയില്ലേ, ശരിയല്ലേ? പ്രസവിക്കുന്നതിന് മുമ്പേ ഉപ്പ പോയി, 6ാമത്തെ വയസ്സിൽ ഉമ്മ പോയി. പിന്നെ അബ്ദുൽ മുത്തലിബ് സംരക്ഷണം ഏറ്റെടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിതൃവ്യം സംരക്ഷണം ഏറ്റെടുത്തു. അതങ്ങോട്ട് കഴിയും. രണ്ടാളെല്ലാം മരിച്ചു പിരിയുമ്പോഴേക്കും ഖദീജ റളിയല്ലാഹു അൻഹായുടെ വിഹിതങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം നൽകി. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ കച്ചവടക്കാരിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പങ്ക് കിട്ടുകയും അദ്ദേഹം കച്ചവടത്തിന് പോവുകയും ഒക്കെ അങ്ങനെ ജീവിച്ചു പോയി. അതുമാത്രമായോ, അവിടെ നിന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേറിയപ്പോൾ മദീനയിലുള്ള അൻസാറുകൾ കൂട്ടിപ്പിടിച്ചു. റസൂലുള്ളാഹിക്ക് എന്ത് വേണം എന്തിനും തയ്യാറായി അൻസാറുകൾ വന്നു. അതിനുശേഷം അൻസാറുകൾക്ക് ശേഷം യുദ്ധഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ ഒരു ചെറിയൊരു പങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവകാശപ്പെടുത്തി കൊടുത്തു. അതാ പറഞ്ഞ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. താങ്കൾ ആദ്യം വഴികേടിലായിരുന്നു, ഞാൻ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. സൂറത്ത് ശൂറയിൽ അല്ലാഹു പറയുന്നുണ്ട് നബിയോട്, മാ കുൻത തദ്രി മൽ കിതാബു വൽ ഈമാൻ.
വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. എന്താണ് വേദഗ്രന്ഥമെന്നോ എന്താണ് സത്യവിശ്വാസമെന്നോ താങ്കൾക്ക് അറിയുമായിരുന്നില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നേരായ വഴിയിൽ അള്ളാഹു ആക്കി. അത് മാത്രമല്ല, താങ്കൾ ദരിദ്രനായിരുന്നു, സമ്പത്ത് തന്നു. അതുകൊണ്ട് അവസാനം പറയുന്ന വാക്കെന്താ? അനാഥ മക്കളെ കീഴടക്കി വെക്കാൻ പാടില്ല കേട്ടോ. അനാഥ മക്കൾ വല്ലവരുടെയും മണ്ടലിലുണ്ടെങ്കിൽ അവരുടെ സ്വത്തുക്കൾ ഭുജിക്കുക, അവരെ അടിക്കുക, അവരെ ഇടിക്കുക, അവരെ തൊഴിക്കുക, അവരെ സ്വത്തുക്കൾ ഭക്ഷിക്കുക പാടില്ല. അവരെ കീഴടക്കി വെച്ച് ഭരിക്കാൻ പാടില്ല. അത് മാത്രവുമല്ല, ചോദിച്ച് വരുന്നവരെ ആട്ടിവിടാനും പാടില്ല. വല്ലതും തരണേന്ന് മുറ്റത്ത് വരുമ്പോൾ ശല്യം, ഇത് നേരം വെളുക്കുമ്പോൾ ഇത് നാലാമത്തവനാന്ന് പറഞ്ഞ് ആട്ടിവിടാൻ ഒരു വകുപ്പ് നമ്മുടെ മുമ്പിലില്ല. കയ്യിലില്ലെങ്കിൽ സന്തോഷകരമായ 2 വാക്ക് പറഞ്ഞ് വിടാങ്ങൾ, പിന്നെ വന്നാൽ ഞാൻ തരാം എന്നെങ്കിലും പറയണം ചുരുങ്ങിയത്. എടോ, ഇത് നേരം വെളുത്ത 5ാമത്തെ ആളാണ്, ഇതെന്ത് വരവാണെന്നൊന്നും പറയാൻ ഒരു അർഹതയില്ല. കാരണം നാളെ ഈ വന്ന അവനെപ്പോലത്തെ അവസ്ഥ ഇതേ എനിക്കും ഉണ്ടാവാം. ചിലപ്പോൾ ആ വന്നവനായിരിക്കാം മുതലാളി. ഞാൻ പോയത് അവൻ്റെ വീട്ടുമുറ്റത്താവാനും സാധ്യതയുണ്ട്. അള്ളാഹ്ക്ക് ഇതൊന്നും വലിയ വിഷമമുള്ള കാര്യമല്ല. ശ്രദ്ധിക്കുക. അതാ പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞ്, ഒരു യാചകൻ ഒട്ടകപ്പുറത്ത് വന്നാലും അവനിക്ക് ഒരു വിഹിതമുണ്ട് എന്നുള്ളതാണ്. അവൻ ഒട്ടകപ്പുറത്തല്ലേ വന്ന് പിന്നെന്താ അവൻ യാചിക്കുന്നതെന്ന് ചോദിക്കേണ്ട അവകാശം. അതുമാത്രമല്ല, നബിയോട് വീണ്ടും പറയാണ്, അള്ളാഹു എല്ലാ അനുഗ്രഹവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം, പൊത്തിവെക്കണ്ട. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നബി കൊടുത്തത്. ആ ചെറിയ തൊട്ടടുത്ത സൂറത്തിൽ തുടക്കം തന്നെ എന്താ? അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅനാ ലക ദിക്റക്. 4 ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത അനുഗ്രഹങ്ങളുടെ 4 ആയത്തുകൾ. എന്താ പറഞ്ഞത്? അലം നശ്റഹ് ലക സദ്റക്. അള്ളാഹുവേ, എൻ്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലേ? തൗറാത്ത് വാങ്ങാം തൂരി സീനാ പർവ്വതത്തിൻ്റെ മുകളിൽ പോയപ്പോൾ മൂസാ നബി പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ്? റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് മൂസാ നബി പറയുന്നു. അതിലെന്താ തുടക്കം? എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ എന്ന് മൂസാ നബി ദുആ ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിന് ദുആ ചെയ്യാതെ തന്നെ വിശാലമാക്കി കൊടുത്തു. ഇത് മൂസാ നബി ഇതിനു വേണ്ടി ദുആ ചെയ്തിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാതെ തന്നെ അള്ളാഹു കൊടുത്തു. അലം നശ്റഹ് ലക സദ്റക്. താങ്കളുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? വവളഅനാ അൻക വിസ്റക്. താങ്കളുടെ ഭാരങ്ങൾ ഞാൻ ഇറക്കി വെച്ച് തന്നില്ലേ? അതെങ്ങനത്തെ ഭാരമാണ്? അല്ലദീ അൻഖള ലഹ്റക്. താങ്കളുടെ പെരടി കൂച്ചിപ്പോകുന്ന ഭാരങ്ങളാണ് നിങ്ങളെ പുറത്തുണ്ടായിരുന്നത്. അത് ഞാൻ ഇറക്കി വെച്ച് തന്നു. അത് മാത്രവുമല്ല സുഹൃത്തുക്കളെ, വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ സ്മരണ ഞാൻ ഉയർത്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉച്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലിക്കാൻ അവൻ പിശുക്കനാണെന്ന് പഠിപ്പിച്ചു. അതാണ് റസൂൽ പറഞ്ഞു നമ്മളോട്. പിശുക്ക് പല വിധത്തിലുണ്ട്. സലാം ചൊല്ലാൻ മടിക്കുന്ന പിശുക്കനാണ്. വെറും സമ്പത്ത് ചെലവാക്കാൻ മാത്രമല്ല, നബിയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാൻ മടിക്കുന്നതും പിശുക്കനാണ്. അപ്പം നബിയുടെ പേര് കേട്ടാൽ സലാത്ത് ചെല്ലൽ ഓരോ മുസ്ലിമിന് അത്യാവശ്യമാണ്, ചെല്ലണം. അതുമാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ പള്ളി മിനാരങ്ങളിലും 24 മണിക്കൂർ എന്ന സമയമുണ്ടെങ്കിൽ 1 സെക്കൻഡ് പോലും മുടങ്ങാതെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇങ്ങനെ ഉച്ചരിക്കുന്ന ഏതൊരു വ്യക്തിയാണ് ലോകത്ത് വേറെ ഉള്ളത്? ഒരാളെ പറയാൻ പറ്റുമോ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഇവിടെ വാങ്ങ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ലണ്ടനിൽ അടുത്ത ഇരുട്ടിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അമേരിക്കയിലും ലണ്ടനിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഉയരുകയാണ്. 1 സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമം ഉച്ചരിക്കാതെ ഈ ലോകത്ത് നിന്ന് ആരും പിന്നോട്ടില്ല. നിന്റെ സ്മരണ ഞാൻ ഉയർത്തിയില്ലേ എന്നാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദി കാണിച്ചു. എങ്ങനെയാണ് നന്ദി കാണിച്ചത്? രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷാ ബീബി ഉറക്കം ഞെട്ടിയിരുന്നപ്പോൾ കാലിൽ നീര് കെട്ടി നിസ്കരിക്കുന്ന നബിയാണ് കാണുന്നത്. ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്തഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞതും വരാനുമുള്ള പാപങ്ങളെല്ലാം പുറത്ത നബി, എന്തിനാണ് ഈ നീര് കെട്ടുന്ന രീതിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നത്? അതാണ് ഒരു കവി പാടിയത്. നബിയുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? നബി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? കാല് ആക്ഷേപിക്കുകയാണ്, കാല് നീര് വന്നിരിക്കുകയാണ് നിന്ന് നിസ്കരിച്ചിട്ട്. നമ്മുടെ റമദാനിൽ ബിഹാറെന്നും മറ്റൊരു തറാവി നിസ്കരിക്കുന്നവരെ കൊണ്ടുവന്നാൽ ഒരു 10 മിനിറ്റ് നിസ്കാരം നീണ്ടുപോയി. ഇതെന്ത് നിസ്കാരമാണോ എന്ന് പറയുന്ന നമ്മളാണ്. ആയത്ത് കുറച്ച് നീണ്ടുപോയി, 1 മണിക്കൂറിൽ അവസാനിപ്പിക്കണം, ഞാൻ ബിഹാരിയോട് പറഞ്ഞതാണ്, അവൻ കേട്ടിട്ടില്ല. നോക്ക് സുഹൃത്തുക്കളെ, ഇവിടത്തേക്കാണ് നമ്മൾ പോകുന്നു. സുഡാനിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവസാനത്തെ 10 രാത്രി 8-9 മണിക്ക് നിസ്കാരം തുടങ്ങിയാൽ സ്വബീക്കും നിസ്കാരം തീരാം. നമ്മളെ കഥയെങ്കിലോ മുമ്പിൽ നിസ്കരിക്കുന്ന ബിഹാരി ഒറ്റക്കുണ്ടാവും, എല്ലാവരും പോയിട്ടുണ്ടാവും. നമ്മൾ നിസ്കരിക്കും അങ്ങനെ ആരെങ്കിലും? അവരെല്ലാം പോയ സ്വർഗത്തിൽ തന്നെയല്ലേ നമ്മൾക്ക് പോകേണ്ടത്. ഇതിപ്പോൾ എല്ലാ കമ്മിറ്റികളും ബിഹാരി വന്നാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. തറാവീരി ഇത്രയേ ഓതാവൂ, ഇത്ര മിനിറ്റേ നിസ്കരിക്കാൻ പാടുള്ളൂ. എന്താ അവസ്ഥ? നമ്മളാണ് ഇവരൊക്കെ കൂടെ സ്വർഗത്തിൽ പോട്ടവർ. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക, കിട്ടിയ അവസരം മൂലം ഉപയോഗപ്പെടുത്തുക. കിട്ടുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ല ഭാഗ്യവന്മാരെ മുത്തുക്കളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടും അവനോട് സ്വർഗത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും അവൻ്റെ നരകത്തെ ഭയന്നുകൊണ്ടും അവനെ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കുന്ന മുത്തീകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹ്ലിലെ തന്നെ, ഞാൻ നേരത്തെ 78-ാമത്തെ 66-ാമത്തെ ഒരു ആയത്ത് നിങ്ങൾ വീണ്ടും കേൾപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റഹ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വലബൻ വലബൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തുൽ നഹ്ലിലെ തന്നെ 66-ാമത്തെ ഒരു ആയത്തിൽ അള്ളാഹു പറയുകയാണ്, നമ്മളൊരു കണ്ണ് തുറക്കാൻ വേണ്ടി ഒരു അനുഗ്രഹം നമ്മളോട് പറയുകയാണല്ലോ, നമ്മൾ ചെയ്തെന്ന ഒരു അനുഗ്രഹമാണത്. വഇന്ന ലക്കും ഫിൽ അൻആം ലഇബ്റ, അതായത് അൻആമുകൾ, അതായത് മാടൊട്ടകങ്ങളെക്കുറിച്ച് പറയുന്ന അൻആം, അത് നിങ്ങൾക്കൊരു വലിയൊരു ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, നിങ്ങളെ ഞാൻ കുടിപ്പിക്കുന്നതിൻ്റെ വയറ്റിൽ നിന്ന്, മിൻ ബൈനി ഫർസിൻ വദമിൻ, അതായത് ചോര, രക്തത്തിൻ്റെയും മലത്തിൻ്റെയും ഇടയിൽ കൂടി. എന്താണത്? ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ, ശുദ്ധമായ പാല് കുടിക്കാൻ. ഈ ആയത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു ഹോമിയോ ഡോക്ടർ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം ഖുർആൻ ക്ലാസ്സിനും എല്ലാം പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഖാദിർക്ക, നിങ്ങൾ കഥയറിയോ, നമ്മൾ പശുവിൻ്റെ പാൽ കുടിക്കാൻ പാടില്ല. കാരണം എന്താ ഞാൻ ചോദിച്ചു എന്താണ് അത്? പശു എന്ന് പറയുമ്പോൾ നമ്മുടെ പാലുമായിട്ട് ഒത്തുവരില്ല. പശുവിൻ്റെ പാല് എന്നുള്ളത് പശുവിൻ്റെ കിടാവിനുള്ളതാണ്. നമുക്ക് ആടിൻ്റെ പാല് കഴിക്കാം, കാരണം ആടും നമ്മളും തമ്മിൽ ഏകദേശം ഭാരത്തിൽ ഈക്വലാണ്, ഏകദേശം അടുത്തടുത്ത് വരും, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ
ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ നല്ല പ്രവർത്തകനല്ലേ, നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കലില്ലേ, ഖുർആൻ സ്റ്റഡി സർക്കിളും പലതും ഇല്ലേ, നിങ്ങൾ ഖുർആൻ നേർക്ക് വായിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് വല്ലാതെ വിഷമായി. എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറയുന്ന സൂറത്തുണ്ട്, സൂറത്ത് നഹ്ൽ, ഖുർആനിലെ 16-ാമത്തെ സൂറത്താണ്. അതിൽ 66-ാമത്തെ അള്ള പറഞ്ഞത് അവിടെ വെക്ക്, ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് എടുക്കണോ, അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞു അയാളോട്. നിങ്ങളുടെ ആദരവ് മുഴുവൻ ഞാൻ നിങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ അവരായിട്ട് വിഡിത്തം വളം വരുന്നു പറഞ്ഞു. ഞാൻ ഇത് മേൽ നിങ്ങൾ ആരോട് പറയാൻ പാടില്ല. അയാളത് ഞെട്ടിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻആമികളുടെ പാല്, അത് മലത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ കൂടി വരുന്ന ശുദ്ധമായ പാല് എൻ്റെ അടിമകൾക്ക് കുടിക്കാൻ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കുടിക്കാൻ പാടില്ല. ഇതാരെ പഠിപ്പിച്ചങ്ങൾ? അള്ളാഹു ആകാശത്തിൻ്റെ താഴെയിൽ ഭൂമിയുടെ മുകളിൽ കാലല്ലാ കാല റസൂലുള്ള, ഇതിനപ്പുറത്ത് ചുവട് വെക്കാൻ കഴിവുള്ള ആരാ ഈ ഭൂമിയിലുള്ളത്? ആരെങ്കിലും ഉണ്ടാവും? അള്ളാഹിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ എന്താ റസൂല പറഞ്ഞത്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് വന്ന ഖുർആൻ, അതിൽ സത്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒട്ടകം, ഞാൻ പറഞ്ഞ ഒട്ടകത്തിൻ്റെ പാൽ എങ്ങനെ കുടിക്കുക? പശു എടുക്കട്ടെ, ഒട്ടകത്തിൻ്റെ പാലോ? പിന്നെ അയാൾ മിണ്ടുന്നില്ല, സ്റ്റോപ്പായി. ഒട്ടകം എത്ര ഭാരം? അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പോയി അവസാനം അയാൾ പറഞ്ഞു മോനും പച്ചാൾ പിന്നെ ഒന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഏതൊരു വിദഗ്ധനായ ഡോക്ടറായിക്കോട്ടെ, ലോകത്തെ കടത്തു വരുന്ന ചിന്തകനായിക്കോട്ടെ, ഖുർആാനിനോ സഹിഹായ ഹദീസിനെതിരായ ഒരു അക്ഷരമുണ്ട് അയാൾ പുല്ല് പോലെ മൈൻഡ് ചെയ്യാൻ പാടില്ല. പോയിട്ട് പണിയൊക്കെ പറയണം. അതിനുള്ള ഈമാൻ നമുക്ക് വേണം. പലർക്കും ഈമാൻ ഉണ്ടാവില്ല. കാരണം അമേരിക്കയിൽ 20 കൊല്ലം പഠിച്ച ഡോക്ടറാണ്, 30 കൊല്ലത്തെ എക്സ്പീരിയൻസാണ്. ഇതിനോ പുല്ല് വില. അതുകൊണ്ട് സുഹൃത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഖുർആനിൽ നേർക്കുനേരെ മനസ്സിലാക്കിയ ഒരു കാര്യത്തിനെതിരായി ലോകത്ത് എത്ര വലിയ വിദഗ്ധം പറഞ്ഞാലും പോയിട്ട് പണി നോക്കാൻ പറയണം. അതിനുള്ള കൽപ്പും ത്രാണിയും നമുക്ക് വേണം. അങ്ങനെയുള്ളവർ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 71-72 ആയത്തിൽ മറ്റൊരു അനുഗ്രഹം പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞു? ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമah മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ ഖുൽ റഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമah മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. അല്ലാഹുവിൻ്റെ 2 അനുഗ്രഹങ്ങൾ. അല്ലാഹു ആദ്യം പറയുന്നത് ഖുൽ റഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമah. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ നിങ്ങൾക്ക് രാത്രി മാത്രമാണ് തന്നത്. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ, ഏത് ഇലാഹാണോ നിങ്ങൾക്കൊരു വെളിച്ചം കൊണ്ടുവരാനുള്ളത്? അതുപോലെ തന്നെ നേരെ തിരിച്ചും എന്താ തിരിച്ചു വയ്ക്കുന്നത്? വല്ലറൈതും മിൻ ജഅലൈകുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമah മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. പകലിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചധ്വാനിച്ച് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ രാത്രി വന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു രാത്രി അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക എന്ന് അള്ളാഹ് ചോദിക്കുന്നു. ഇത്ര 100 കണക്കിന് ചോദ്യങ്ങൾ ഖുർആനിൽ വേറെയുണ്ട്. എല്ലാം പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കർശനമായ ചിന്തയും ഓരോ അനുഗ്രഹത്തിനും ഞാൻ ഈ പറഞ്ഞ സൂറത്തുൻ നംലിലെ പരിശുദ്ധ ഖുർആനിലെ ഒരു ദുആ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ കുത്തുബ കുറേ കേട്ടാൽ തിരക്കേടില്ല, മോശമില്ല, അല്ലെങ്കിൽ തീരെ പോരാ, ഇന്നും പറയാനല്ല നമ്മൾ കുത്തുബ കേൾക്കേണ്ടത്. ഈ കുത്തുബ കഴിഞ്ഞ് നിങ്ങളുടെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം കിട്ടിയെന്ന് മനസ്സിലാക്കാണ്ട് ഒറ്റൊരു കാര്യം പഠിപ്പിച്ചാൽ അത് നിങ്ങൾ പഠിച്ചോ പോയിട്ട്. സുലൈമാൻ നബിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ എന്തൊരു അനുഗ്രഹം. ഉദാഹരണത്തിന് എൻ്റെ മോൻ നല്ല ഡിഗ്രി വലിയ ഹൈ മാർക്കോടെ പാസ്സായി വരുമ്പോൾ എന്താ ചെയ്യുക? ശുക്രൻ്റെ സുജൂദായാലും വേണം. അതിന് പുറമെ പറയണം റബ്ബി ഔസിഅനി, അല്ലാഹ് നല്ല അനുഗ്രഹമാണ്. ഡോക്ടർ ആകാൻ പാസ്സായി നല്ല മാർക്കോടെ വരികയാണ്, പറയാ ഈ പ്രാർത്ഥന. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദയ വഅൻ അഅമല സാലിഹൻ തർളാഹ്
വദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഇതൊന്നും നാം നാവിൽ വരാത്തത്? ഇത് നിങ്ങളൊന്ന് പോയി പഠിക്കുക. എന്നാൽ ഇതിൻ്റെ ഖുത്ബ ഇന്ന് സഫലമായി. ഒരാളെങ്കിലും സൂറത്ത് നംലിലെ ഈ ദുആ പഠിച്ച് പ്രവർത്തിമാക്കിയാൽ എൻ്റെ ഇന്നത്തെ ഖുത്ബ ഉപകാരപ്പെട്ടു. വേറെ കൂടുതലൊന്നും കേൾക്കണ്ട. ഇത് നിങ്ങൾ പലപ്പോഴും പല മിമ്പറിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുതുതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഇത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലല്ലേ, നമ്മൾ കേരളത്തിലാണല്ലോ ഉള്ളത്. ഇന്ത്യൻ്റെ ഏത് സ്റ്റേറ്റ് എടുത്തോ, ഇത്രയും അനുഗ്രഹീതമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഏത് നാടാണ് ഉള്ളത്? നമ്മുടെ കേരളം പോലെ പറയുക. ഒരു നാട് പലർത്തും യാത്ര ചെയ്തും സഞ്ചരിച്ച ആൾക്കാരല്ലേ നമ്മൾ. നിങ്ങളറിയോ, അബ്ദുറഹീം എന്ന് പറയുന്ന കൊലപാതക കേസിൽ പ്രശ്നത്തിൽ കുടുങ്ങിയ സൗദിയുള്ള ആൾക്ക് സെക്കൻഡ് എത്ര മണിക്കൂറുകൾ കൊണ്ടല്ലേ കോടികൾ ഇവിടുന്ന് പിരിച്ചെടുത്ത നാടാണ് കേരളം. അതുകൊണ്ടാണ് വയനാട്ടിലേക്കൊന്നും തരാത്ത കേന്ദ്രം. അവർ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ മാട്ടൂലൊരു കുട്ടിക്കൊരു ഇഞ്ചക്ഷൻ വാങ്ങാൻ വേണ്ടി മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് കോടികൾ നിറഞ്ഞു കവിഞ്ഞു. ഏത് സ്റ്റേറ്റിലാണ് ഇങ്ങനെ സംഭവിക്കുക? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളുണ്ട്? 10-20-ലധികം സ്റ്റേറ്റ് പറയില്ലേ? ഏതെങ്കിലും സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അപ്പോൾ കേരളത്തിൽ അത് വാങ്ങാരിക്കോരിയിട്ട് അത് തന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അത് നമ്മൾ അൽഹംദുലില്ലാ പലരും കൊടുക്കുന്നുണ്ട്. ആ ഒരു മനസ്സും ഒരു വിശാലത നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നല്ല അനുഗ്രഹമാണ്. എത്രമാത്രം അനുഗ്രഹങ്ങൾക്ക് നന്ദി നമ്മൾ കാണിക്കണം. റമദാനിൽ ഈ ബീഹാറെന്നും ആസാമെന്നും ബുൾഡൗസർ വെച്ച് ഇടിച്ചു നിരത്തിയ വീടെടുക്കാൻ വേണ്ടി ഇവിടെ യാചിക്കാൻ വരുന്നു. റമദാനിൽ ബീഹാറിൽ നിന്ന് ഇന്ന സ്ഥലത്തുള്ള ഒരാളിവിടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച കണ്ണൂർ സലഫിയിൽ ഒരു ബിഹാരീൻ്റെ ബുൾഡൗസർ വന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ് നിരത്തിക്കളഞ്ഞ വീട്, ആ വീടെടുക്കാൻ വേണ്ടി പിരിച്ചു. സുഹൃത്തെ ആലോചിച്ച് നോക്കിയാൽ നമുക്കിവിടെ ബുൾഡൗസർ ഇല്ല, അൽഹംദുലില്ലാ. ഏതെങ്കിലും ഒരു മുസ്ലിം കുറ്റക്കാരനായ ആ മുസ്ലിമും അവൻ്റെ കുടുംബത്തിലെ വീടുകളൊക്കെ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പോൾ ചെറിയൊരു ശാന്തിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ കേരളക്കാർ അനുഗ്രഹങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് കേരളക്കാരായ നമ്മൾ ധാരാളം അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടവരാണ്. അങ്ങനെ നന്ദി കാണിക്കാൻ ശ്രമിക്കുക. കിട്ടിയ അനുഗ്രഹത്തിൽ അഹങ്കരിക്കാതെ അള്ളാഹുവിനോട് നന്ദിപൂർവ്വം സ്മരിച്ചാൽ അള്ളാഹു തരും. ലഅസീദന്നക്കും, അതായത് നമ്മൾ നന്ദി കാണിച്ചാൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നന്ദി കാണിച്ചാലോ ശിക്ഷ ഭയങ്കരമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ ഏതൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചാലും കൃത്യമായി അവനോട് നന്ദി കാണിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഇന്ത്യയിലും മറ്റുള്ള നാടുകളിലും മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, വീടുകളില്ല, അതുപോലെ നാട്ടി ഓടിക്കപ്പെടുന്നു, അതുപോലെ തന്നെ വീട് തകർക്കപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സമാധാനവും സന്തോഷവും ചുരുങ്ങിയത് നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ നിലക്കളും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ കടമയാണ്. അത് നിരന്തരം ഏതൊക്കെ സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم انصر المسلمين والمؤمنين في كل مكان. اللهم انصر المسلمين في فلسطين ولبنان وفي بلادنا يا رب العالمين. اللهم دمر أعداءك وأعداء الدين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارفع عنا البلاء والوباء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين. اللهم اشف مرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.